അനുരാഗം. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കോഴിക്കോട് മിഠായി തെരുവിൽ അന്ന് നല്ല തിരക്കായിരുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും ചിപ്സ് വറുക്കുന്ന മണവും ഹൽവ കടകളിലെ വർണ്ണക്കാഴ്ചകളും ആ വൈകുന്നേരത്തിനൊരു പ്രത്യേക ഭംഗി നൽകി. പെയ്തു തോർന്ന മഴയിൽ നനഞ്ഞു കിടന്ന റോഡിലൂടെ മീരയും അബിയും കൈകോർത്ത് നടക്കുകയായിരുന്നു. അബി, നമുക്ക് ആ കടയിൽ നിന്നൊരു സുലൈമാനി ഉന്നക്കായും കഴിച്ചാലോ? മീര ചോദിച്ചു. അബി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മീരയുടെ മുഖത്തെ വിളർച്ച അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പീരിയഡ്സിന്റെ 2ാം ദിവസമാണെന്ന് അവൻ അറിയാം. ആ ദിവസങ്ങളിൽ അവൾ അനുഭവിക്കുന്ന ശാരീരിക വേദനയും തളർച്ചയും മീര പറയാത്തന്നെ മനസ്സിലാക്കാൻ അബിക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. കഴിക്കാൻ മീരു, പക്ഷെ നിനക്ക് വയറുവേദന കുറവില്ലല്ലോ. അധികം നടക്കണ്ട, നമുക്ക് ആ കാണുന്ന ചെറിയ കഫേയിലിരിക്കാം. ഞാൻ നിനക്ക് ചൂടുള്ള പാൽ ചോക്ലേറ്റ് വാങ്ങി തരാം. അത് കുടിച്ചാൽ നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അബിയുടെ വാക്കുകളിലെ കരുതൽ മീരയുടെ മനസ്സിൽ കുളിർമഴയായി പെയ്തിറങ്ങി. നിനക്കെങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്? മീര അവന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു. പെൺകുട്ടികൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്ന വലിയ സമ്മാനങ്ങളല്ല മീര, അവരെ മനസ്സിലാക്കുന്ന കൂടെ നിൽക്കുന്ന ഒരാളെയാണ്. നിന്റെ ഈ വേദനയിൽ എനിക്ക് പകുതി പങ്കുചേരാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അവൻ അവളുടെ കൈകളിൽ അമർത്തി ചുംബിച്ചു. അഭിയുമായുള്ള പ്രണയം വെറും ഒരു റൊമാൻറ്റിക് സിനിമ പോലെ ആയിരുന്നില്ല, അത് പരസ്പരമുള്ള കരുതലിൻ്റെതായിരുന്നു. മീരയ്ക്ക് ജോലി തിരക്ക് കാരണം വല്ലാത്ത മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴോ മാസമുറയുടെ അസ്വസ്ഥതകളിൽ അവൾ തളർന്നിരിക്കുമ്പോഴോ അബി ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാവും. പല പുരുഷന്മാരും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ മടിക്കുമ്പോൾ അബി ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് പഠിക്കുകയും ആ ദിവസങ്ങളിൽ അവൾക്ക് ആവശ്യമായ ചോക്ലേറ്റും ചുടുവെള്ളവും സ്നേഹവും നൽകി അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു. 3 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും പോരാട്ടത്തിനും ഒടുവിൽ അവരുടെ പ്രണയത്തിന് വീട്ടുകാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. അടുത്ത മാസം വിവാഹ നിശ്ചയമാണ്. കോഴിക്കോട് ബീച്ചിലെ ആ മനോഹരമായ സായാഹ്നം, അസ്തമയ സൂര്യന്റെ ചുവപ്പുടന്ന കടൽ തീരത്ത് തിരമാലകളുടെ സംഗീതം കേട്ടിരിക്കുമ്പോൾ അബി മീരയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അബി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ സമ്മതിച്ചെന്ന് കേട്ടപ്പോൾ എൻ്റെ ശ്വാസം നിലച്ചു പോയി. എത്ര തവണ നമ്മളിതിനു വേണ്ടി കരഞ്ഞിട്ടുണ്ട്. മീര അവന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ പറഞ്ഞു. മീര, ഇപ്പോഴും ഇതൊരു സ്വപ്നം പോലെ തോന്നുക. നിന്നെ പോലൊരു പെൺകുട്ടി എന്നെ പോലൊരുവന് നിന്റെ അച്ഛൻ കെട്ടിച്ചേരാമെന്ന് സമ്മതിച്ചു എന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. മീര അവന്റെ കൈകളിലും നുള്ളി. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? അബി കടലിലേക്ക് നോക്കിയെന്ന് ചിരിച്ചു. അല്ല മീരു, നീ നോക്ക്, ഒരുപാട് പണവും പ്രതാപമുള്ള കുടുംബമാണ് നിന്റേത്. എനിക്ക് നിങ്ങളുടെ അത്രയ്ക്ക് പണമില്ല, തറവാടിത്തം പറയാനില്ല. സാധാരണക്കാരനായ ഒരു IT ജീവനക്കാരൻ. വലിയ ആഡംബരങ്ങളൊന്നും തരാൻ എനിക്ക് കഴിയില്ലെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ചല്ലോ. മീര അവന്റെ കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ചെറിയൊരു ദേഷ്യവും ഒരുപാട് പ്രണയവും നിറഞ്ഞു. അബി, നീ ആദ്യം മാറ്റേണ്ടത് നിന്റെ ഈ ചിന്തയാ. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട അക്കൗണ്ടിലെ ബാലൻസ് നോക്കിയാണ്. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട നിന്റെ പണം കണ്ടിട്ടല്ല. എനിക്ക് വയ്യാതിരുന്നപ്പോൾ എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നോക്കി നിന്റെ കരുതലുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് മുന്നേ നിന്റെ കണ്ണു നിറയുന്ന ആ മനസ്സുണ്ടല്ലോ, അതായിരുന്നു എനിക്ക് വേണ്ടത്. സ്നേഹിക്കാൻ വലിയ മനസ്സ് വേണം അബി, അത് നിനക്കുണ്ട്. പണമൊക്കെ ഇന്ന് വരും നാൾ പോവും, പക്ഷേ ഹൃദയബന്ധങ്ങൾ അങ്ങനെയല്ല. അബിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അരികിലേക്ക് ചേർത്ത് പിടിച്ചു. സത്യമാണ് മീരു, എൻ്റെ സമ്പാദ്യം നീ മാത്രമാണ്. നിന്നെ പൊന്നുപോലെ നോക്കുന്നു ഞാൻ ഉറപ്പുവരാം. വിവാഹ നിശ്ചയത്തിന് കൃത്യം ഒരാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് അബിയുടെ കൂട്ടുകാരനെ വളഞ്ഞ്. അബി, കല്യാണം ഉറപ്പിച്ചല്ലേ? ഞങ്ങൾക്കൊരു ഗംഭീര ട്രീറ്റ് തന്നെ വേണട്ടാ, വെറുതെ വിടില്ല മോനെ. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് രാത്രി അവൻ കോഴിക്കോട് ഒരു ഹോട്ടലിൽ അവർക്ക് പാർട്ടി നൽകി. പാർട്ടി കഴിഞ്ഞ് രാത്രി വൈകി മടങ്ങുമ്പോൾ കടൽക്കാറ്റിന്റെ തണുപ്പ് ആസ്വദിക്കാനായി അവൻ ഹെൽമെറ്റ് ഊരി ബൈക്കിന്റെ ഹാൻഡിൽ തൂക്കിയിരുന്നു. മീരയൊന്ന് വിളിക്കണം, അവൾ ഉറങ്ങിക്കാണോ എന്ന് ചിന്തിച്ച് ബൈക്ക് ഓടിക്കുന്നതിനിടെ എതിർദിശയിൽ വന്നൊരു കാർ ഡ്രൈവർ ഫോണിൽ സംസാരിച്ച് അശ്രദ്ധമായി പെട്ടെന്ന് വലത്തോട്ട് തിരിച്ചു. രണ്ടുപേരുടെയും ഭാഗത്ത് ശ്രദ്ധക്കുറവ് ആ വലിയ അപകടത്തിന് കാരണമായി. ബൈക്ക് കാറിലിടിച്ച് ചിതറി. അവന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ റോഡിന്റെ അരികിലെ പുല്ലുകൾക്കിടയിലേക്ക് ദൂരേക്ക് തെറിച്ചുപോയി. ഹെൽമെറ്റ് ഇല്ലാതിരുന്നതിനാൽ നിലത്ത് വീണ അബിയുടെ മുഖം റോഡിൽ ആഴ്ന്നുരസി. അന്ധകാരത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അവന്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. മീരു. കാറിലുണ്ടായിരുന്നവർ പരിഭ്രമത്തോടെ ഇറങ്ങി ഓടി വന്നു. രക്തത്തിൽ കുളിച്ച് ബോധരഹിതനായി കിടക്കുന്ന അബിയെ കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. അവന്റെ മൊബൈൽ എവിടെയും കാണാനില്ലായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടുന്നതിന് മുമ്പ് പേടിച്ചിരണ്ടവർ അവനെ താങ്ങിയെടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഡോക്ടർ, പ്ലീസ്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യൂ. കാറിലുണ്ടായിരുന്നവർ നിലവിളിച്ചു. അബിയുടെ എമർജൻസി വാർഡിലേക്ക് മാറ്റി. ബോധമില്ലാതെ മുഖം മുഴുവൻ ബാൻഡേജ് കൊണ്ട് മൂടി അവൻ കിടന്നു. അവന്റെ കയ്യിൽ ഫോണോ ഐഡന്റിറ്റി കാർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ നീണ്ട അന്ധകാരത്തിന് ശേഷം അബി കണ്ടുതുറന്നപ്പോൾ കണ്ടത് മങ്ങിയ വെളിച്ചമാണ്. വേദന സംഹാരികളുടെ തളർച്ചയിൽ അവൻ ചുറ്റും നോക്കി. കാറിലുണ്ടായിരുന്നവർ അവിടെ തന്നെയുണ്ട്. പോലീസിനെ ഭയന്നും തങ്ങളുടെ ഭാഗത്തെ അശ്രദ്ധ പുറത്തറിയാതിരിക്കാനുള്ള വെപ്രാള അവരുടെ മുഖത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബോധം വന്നല്ലോ, ഭാഗ്യം, അവരിലൊരാൾ ആശ്വാസത്തോടെ പറഞ്ഞു. അബിയൊന്നും മിണ്ടിയില്ല. അവന്റെ മുഖം ബാൻഡേജുകളാൽ പൊതിഞ്ഞിരുന്നു. ഒരു നേഴ്സ് മരുന്ന് നൽകാനായി അടുത്തേക്ക് വന്നപ്പോൾ അവർ അശ്രദ്ധമായോടെ മാറ്റിവെച്ച സ്റ്റീൽ പാത്രത്തിലെ തെളിഞ്ഞ തന്റെ പ്രതിബിംബം അബി കണ്ടു.
ബാൻഡേജുകൾക്കിടയിലൂടെ പുറത്തേക്കാണ് തന്റെ മുഖത്തിന്റെ ഒരു ഭാഗം. അത് കരിഞ്ഞുണങ്ങിയ മണ്ണ് പോലെ വികൃതമായിരിക്കുന്നു. അബിയുടെ ഉള്ളിലൊരു നിലവിളി ഉയർന്നു. ഇത് ഞാനല്ല, ഇതെന്റെ മീരയുടെ അബിയല്ല. അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. എന്റെ ഫോൺ എവിടെ? അവൻ കഷ്ടപ്പെട്ട് ചോദിച്ചു. അത് അപകട സ്ഥലത്ത് എവിടെയോ തെറിച്ചുപോയി, ഞങ്ങൾക്കത് കിട്ടിയില്ല. അവർ തലാഴ്ത്തി പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറി വേണമെന്നും ലക്ഷങ്ങൾ ചെലവ് വരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. മുഖത്തെ ആഴത്തിലുള്ള മുറിവുകളും പാടുകളും തന്നെ മീരയിൽ നിന്ന് അകറ്റുമെന്ന് അവൻ ഉറപ്പിച്ചു. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന മീരക്ക് ഈ വിരൂപമായ മുഖം ഒരു ഭാരമാകരുതെന്ന് കരുതി അവൻ കാറിലുണ്ടായിരുന്നവരെ അരികിലേക്ക് വിളിച്ചു. എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെ ആരും കാണാത്തൊരിടത്തേക്ക് മാറ്റണം. എൻ്റെ വീട്ടുകാരോ മീരയോ ആരും എന്നെ കാണരുത്. ഈ വിരൂപനായ അഭി മരിച്ചു എന്നവർ കരുതട്ടെ. അന്ന് രാത്രി ഹോസ്പിറ്റൽ രേഖകൾ പോലും വ്യക്തമായ വിവരങ്ങൾ നൽകാതെ അവൻ അവിടുന്ന് മാറ്റി. അതോടെ അഭിജിത്ത് ഒരു ഓർമ്മ മാത്രമായി മാറി. അവന്റെ മൊബൈൽ ഫോൺ പിന്നീട് പോലീസ് കണ്ടെടുത്തു. പക്ഷേ അഭി എവിടെയെന്ന ചോദ്യത്തിന് മുമ്പിൽ നിയമവും നിശബ്ദമായി. മീരക്കതൊരു മരണവീണ് തുല്യമായിരുന്നു. ഓരോ ദിവസം അവൾ ഉണർന്ന് അഭി തിരിച്ചു വരുന്ന പ്രതീക്ഷയിലായിരുന്നു. അവൾ പോവാത്ത ഇടങ്ങളില്ലായിരുന്നു, ചോദിക്കാത്ത ആളുകളില്ലായിരുന്നു. ഓരോ ഇടവഴികളിലും അവൾ അവനെ തിരഞ്ഞു. അവരൊരുമിച്ച് സുലൈമാനി കുടിച്ചിരുന്ന കടകളിലും കടൽക്കാറ്റേറ്റ് ആസ്വദിച്ചിരുന്ന ബീച്ചിലും അവൾ തനിച്ചിരുന്ന് കരഞ്ഞു. അച്ഛ, അവൻ എവിടെയും പോവില്ല. ആരോ അവനെ തട്ടിക്കൊണ്ടു പോയതാവും, അല്ലെങ്കിൽ എനിക്കൊരു വാക്ക് തരാവും പോവില്ല. മീര അലമുറയിട്ട് കരയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ അവൾ അബിയുടെ വീട്ടുകാരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം കാത്തിരിക്കും. സർ, എന്തെങ്കിലും ഒരു വിവരം, ഒരു ഫോൺ കോളെങ്കിലും എന്ന് അവൾ കെഞ്ചുമ്പോൾ സിയയുടെ മുഖത്തെ നിസ്സഹായാവസ്ഥ അവളെ തളർത്തി. മീരെ, നീ ഇത് നിർത്ത്. അവൻ നിന്നിട്ടു പോയതാവും, നീ നിന്റെ ജീവിതം നോക്ക് എന്ന് പലരും ഉപദേശിച്ചു. പക്ഷെ മീര തളർന്നില്ല. എൻ്റെ അബി എന്നെ വിട്ടു പോയില്ല. അവനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ എനിക്ക് സമാധാനമില്ല, അവൾ ഉറപ്പിച്ച് പറഞ്ഞു. തന്നെ ഒപ്പം ജോലി ചെയ്തിരുന്ന ജോണിന്റെ സഹായത്തോടെ അബി വയനാട് ലക്കിടിയിലെ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് മാറി. അവിടെ പുറം ലോകം അറിയാതെ അവൻ ജീവിച്ചു. 3 വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ ജോണിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മീര അവന്റെ പുറകെ കൂടി. അവളുടെ കണ്ണീരിന് നിർബന്ധത്തിന് മുന്നിൽ ജോണിന് സത്യം വെളിപ്പെടുത്തേണ്ടി വന്നു. ലക്കിടിയിൽ ആ പഴയ വീണ്ടും ഉമർത്തി മീര എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ മഞ്ഞും തണുപ്പും ഉണ്ടായിരുന്നു. മുറ്റത്ത് കസേരയിട്ട് ദൂരേക്ക് നോക്കിയിരിക്കുന്ന ആ രൂപത്തെ കണ്ടതും അവളുടെ നെഞ്ചു പിടഞ്ഞു. മെലിഞ്ഞ് താടി വളർന്ന് മുഖത്തിന്റെ ഒരു വശം ഷോൾ കൊണ്ട് പകുതി മറച്ച നിലയിലായിരുന്നു അബി. അബി! മീരയുടെ വിളി ആ താഴ്വരയിൽ അലയടിച്ചു. അബി ഞെട്ടി എഴുന്നേറ്റു. അവിശ്വസനീയതയോടെ അവൻ അവളെ നോക്കി. തന്റെ ഷോൾ ഒന്നുകൂടി വലിച്ചിട്ട് അവൻ മുഖം മറക്കാൻ ശ്രമിച്ചു. മീര, നീ ഇവിടെ എങ്ങനെ? അടുത്തു വരരുത്, ഇത് പഴയ അബിയല്ല. ഈ മുഖം കണ്ട നീ പേടിക്കും മീര. നിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരൻ മരിച്ചുപോയി. മീര ബലമായി അവന്റെ കൈകൾ പിടിച്ചു മാറ്റി ആ മുഖത്തെ മറനീക്കി. കരിഞ്ഞുണങ്ങിയ മണ്ണ് പോലെ മുഖത്തിന്റെ ഒരു വശം പാടുകളാൽ വികൃതമായിരുന്നു. പക്ഷെ മീര പിന്തിരിഞ്ഞില്ല. അവൾ ആ പാടുകൾ തന്റെ കൈകൾ ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഈ മുഖം മറക്കാനാണോ നീ എന്നെ 3 വർഷം ജീവശവമാക്കിയത്? സൗന്ദര്യം നോക്കിയാണ് ഞാൻ നിന്നെ സ്നേഹിച്ച്. എന്റെ വേദനയിൽ എന്നെ ചേർത്ത് പിടിച്ച നിന്റെ ആ ഹൃദയത്തെയാ ഞാൻ പ്രണയിച്ച്. ആ ഹൃദയത്തിന് ഇന്നൊരു മാറ്റമില്ലല്ലോ. മുഖമല്ല അബി, നീയാ എന്റെ ലോകം. എനിക്ക് എന്റെ അബിയെ തിരിച്ചു വേണം. നമുക്ക് തിരിച്ചു പോവാം. അബി വിതുമ്പിപ്പോയി. പക്ഷേ ആളുകൾ നമ്മൾ നോക്കി പരിഹസിക്കില്ലേ മീര? പരിഹസിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവും എന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നീ അന്ന് ഹെൽമെറ്റ് കൃത്യമായിട്ട് വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ സങ്കടം വരില്ലായിരുന്നു. പക്ഷേ പോയത് പോട്ടെ, ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ലക്കിടിയിൽ ആ മഞ്ഞ് വീണ രാത്രിയിൽ പ്രണയത്തിന്റെ പുതിയൊരു പുലരി അവർക്കിടയിൽ വിരിഞ്ഞു. താൻ ഒളിച്ചോടിയ തന്റെ പ്രണയത്തിൽ നിന്നല്ല, മറിച്ച് തന്നെ വിശ്വസിക്കാത്ത തന്റെ ഭയത്തിൽ നിന്നായിരുന്നുവെന്ന് അബി തിരിച്ചറിഞ്ഞു. തകർന്നുപോയ തന്റെ ലോകം മീരയുടെ നെഞ്ചിലെ ചൂടിൽ പുനർജനിക്കുന്നത് അവൻ അറിഞ്ഞു.